എന്ന് പറയാറുണ്ടല്ലോ. പറയുന്നത് പ്രവർത്തിക്കുന്നതിൻ്റെ ആ ഒരു ആധികാരികത നാം പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ഈ സഹോദരിമാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇവർ രണ്ടുപേരുടെ ഒരു റിലീസ് എന്നതിനേക്കാൾ നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ആരോപിക്കപ്പെടുന്നത് പോലെ ഒരു 2000 വർഷമായി മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ഇപ്പോഴും നമ്മുടെ ജനസംഖ്യ 2.5% പോയിട്ടില്ല. 2000 വർഷമായിട്ടുള്ള അധ്വാനമാണെന്നാ പറയുക. തെറ്റിദ്ധരിക്കപ്പെട്ട അനേകം ഘടകങ്ങളുണ്ട്. അത് സംഭാഷണത്തിലൂടെ പരിഹരിക്കപ്പെടണം. തുറന്ന മനസ്സോടെ ചിന്തിക്കണം. ഇത് സംസാരിക്കുന്നതും ഇത് പങ്കുവയ്ക്കുന്നതും ഇന്ത്യൻ രക്തമുള്ള ക്രൈസ്തവ സമൂഹമാണ്. ഇന്ത്യയുടെ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്ന ക്രൈസ്തവ സമൂഹമാണ് ഈ രാജ്യത്ത് ഒരാനുകൂല്യമല്ല പൗരാവകാശത്തെ കുറിച്ച് സംസാരിക്കുക. എണ്ണം കുറയുന്നത് കൊണ്ട് പരിഗണന കിട്ടാതെ പോകുമോ എന്ന് സംശയിച്ചത് കൊണ്ട് ദീർഘവീക്ഷണമുള്ള ഭരണഘടനാ പിതാക്കന്മാർ ശഠിച്ചു. ന്യൂനപക്ഷമാകുന്നതിന്റെ പേരിൽ ഭാരതത്തിൽ ഒരു സമൂഹവും അന്യം നിന്നു പോകാൻ പാടില്ല. അവരുടെ സംസ്കാരം ജീവിക്കണം. അതുകൊണ്ട് ന്യായമായ ചില അവകാശങ്ങൾ ഭരണഘടനാ പിതാക്കന്മാർ, അത് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിലെ പ്രതിനിധികൾ, അവരാണ് കൽപ്പിച്ച് നിശ്ചയിച്ചത്. ഒരു സംസ്കാരത്തിന്റെ അടയാളമാണത്. ജീവിക്കുന്ന സംസ്കാരത്തിന്റെ പ്രതിധ്വനിയാണത്. അതേക്കുറിച്ചാണ് ഞങ്ങൾ വേദനിക്കുക. അത് ലഭിക്കാതെ പോകുമ്പോൾ തികഞ്ഞ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഒരപേക്ഷ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. പിന്നെ പിതാക്കന്മാർ സംസാരിക്കുമല്ലോ. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ഇച്ഛാശക്തി ഭരണാധികാരികൾ ഉടനടി കാണിക്കണം. യാദൃച്ഛികമായും സാന്ദർഭികമായും ഒക്കെ ഇങ്ങനെയുള്ള ചില കെടുതികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇച്ഛാശക്തി പ്രകടിപ്പിച്ച് അടിയന്തിരമായ നടപടികൾ എടുത്ത് അതിന് പരിഹാരം കാണുമ്പോഴാണ് നമുക്ക് ഒരു സുരക്ഷിതത്വം നമ്മുടെ ദേശത്ത് അനുഭവപ്പെടുക. ആ നല്ല സംരക്ഷണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകരുത്. ഇതെല്ലാം കണ്ട് ഭയപ്പെട്ട് ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ സുവിശേഷം മടക്കി വയ്ക്കുമെന്ന് സജീവമായി യേശു ക്രിസ്തു രക്ഷിതാവെന്ന് പറയാൻ ഞങ്ങളുടെ നാവുകൾക്ക് ബലമുണ്ട്. അത് തുടരും. ബഹുമാനത്തോടും ആദരവോടും മറ്റുള്ളവരെ കണ്ട് മറ്റ് വിശ്വാസങ്ങളെ മാനിച്ച് ഈ ശുശ്രൂഷ തുടരും. ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ഇടയിൽ അവസാനത്തെ ക്രിസ്ത്യാനി അവശേഷിക്കുന്നത് വരെ ക്രിസ്തീയ സഭ ഇവിടെ ഉണ്ടാകും എന്ന് പരസ്യമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് നീതി നടപ്പാക്കുവാൻ വേഗത്തിൽ ശ്രമിക്കണം എന്ന അഭ്യർത്ഥന മുൻപോട്ട് വെച്ച് നിങ്ങൾ എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി യോജിനച്ചന് സൂചിപ്പിച്ചു. ഒരു 15 മണിക്കൂറത്തെ ആശയവിനിമയം കൊണ്ട് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത്രയേറെ പ്രതിനിധികൾ
തിരുവനന്തപുരത്തെ ക്രൈസ്തവ സഭാ സമൂഹ അംഗങ്ങളെല്ലാം ഇവിടെ വന്നു എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ അപമാനിക്കുന്നില്ല. പ്രതിനിധികളുടെ പ്രതിനിധികൾ പോലുമായിട്ടില്ല. ഒരാൾക്കൂട്ടത്തെ സമാഹരിച്ചു കൂട്ടി ശക്തിപ്രകടനമല്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ചത്. വേഗത്തിൽ നമ്മുടെ വേദന അറിയിക്കണം. നമ്മുടെ അഭിനന്ദനായ ഫീലിക്സിനോസ് പിതാവിനോട് പ്രത്യേകം ഒരു നന്ദി പറയും. നല്ല അതിരാവിലെ പിതാവ് നമുക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന ഒരു ചോദ്യം ചോദിച്ചു. പക്ഷെ അതിനു മുമ്പ് തന്നെ എനിക്ക് ഒന്ന് ക്രിസ്തുദാസ് നമ്മുടെ നെറ്റോ പിതാവ് എഴുന്നേറ്റു. ആലോചന കൃത്യമായി നല്ല ഒരു പദ്ധതി ഇക്കാര്യത്തിൽ ഇത്രയും പേരെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് നമുക്ക് നിങ്ങളെല്ലാവരും ഹൃദയം കൊണ്ട് അടുത്തു നിന്നു. അതേ വിഷയമായതുകൊണ്ടാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മറ്റെല്ലാം മാറ്റിവെച്ച് ദൂരസ്ഥലത്ത് നിന്ന് ഞാൻ ഞങ്ങളുടെ ചില അച്ഛന്മാരെ കണ്ടു. സീനിയർ പ്രീസ്റ്റ് 75 വയസ്സ് കഴിഞ്ഞ് ദൂര സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്ന 1-2 പേരെ ഞാൻ യാദൃച്ഛികമായി വന്ന് നടക്കുമ്പോൾ കാണാനിടയായി. ഈ വിഷയത്തിലുള്ള ഹൃദയത്തിന്റെ അടുപ്പം കൊണ്ടുവന്നതാണ്. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ രാജ്യത്തെ ജനങ്ങളോടൊത്ത് മുൻപോട്ട് നീങ്ങാൻ നാം പ്രതിജ്ഞാബദ്ധമാണ് എന്ന വലിയ ആത്മബലത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചതിന്റെ വലിയ ആത്മീയ ആഹ്ലാദത്തിന്റെ നിറവിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. മുഖ്യ സന്ദേശം നൽകുന്നതിനായി തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പൊലീത്ത മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തോമസ് ജി നെറ്റോ പിതാവിനെ ക്ഷണിക്കുന്നു. ആദരണീയരായ പിതാക്കന്മാരെ, സ്നേഹ ബഹുമാനമുള്ള വൈദികരെ, സമർപ്പിത സഹോദരിമാരെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാധ്യമ പ്രവർത്തകരെ, മുഖത്ത് വായിൽ കറുത്ത റിബൺ കെട്ടി തിരുവനന്തപുരം നഗരത്തിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവന്റെ ഈ വേദിയിൽ എത്തുന്നത് അതൊരു പ്രതീകാത്മകമായ ഒരു പ്രവൃത്തിയാണ്. ഉള്ളിൽ നിറയെ അമർഷം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. എന്നാൽ അതിനേക്കാൾ ആഴമായ ആത്മസംയമനം ക്രൈസ്തവരായ നമുക്കുണ്ട് എന്ന് ഈ നഗരത്തിൻ്റെ ഈ വീതികളിലൂടെ വിളിച്ചറിയിച്ചുകൊണ്ട് നമ്മൾ വരികയായിരുന്നു. അതിൻ്റെ പിതാവ് പറഞ്ഞതുപോലെ ഏറ്റവും അടുത്ത്, ഈ വേദിയുടെ ഏറ്റവും അടുത്ത കെട്ടിടത്തിൽ താമസിക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും നിരവധി റാലികളും പ്രതിഷേധങ്ങളും അരങ്ങേറുന്ന ഒരിടമാണ് ഇത്. ഈ പന്തല് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് നടന്നതിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇത് അറേഞ്ച് ചെയ്തതല്ല. ഞാൻ കണ്ടൊരു കാഴ്ച ഇതിനെ സവിശേഷമാക്കുന്നത് ഇത്രയധികം സന്യാസിമാരുടെയും വൈദികരുടെയും വൈദിക മേലധ്യക്ഷന്മാരുടെയും സാന്നിധ്യമാണ്. ഏറ്റവും കൂടുതൽ ആശ്ചര്യഭരിതരായി നിൽക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർ വളരെ റിലാക്സ്ഡ് ആണ്. കാരണം അവർക്ക് ഇത്രയും നാൾ നേരിട്ട് കണ്ട് പരിചയമുള്ള പ്രതിഷേധങ്ങളുടെ രൂപമൊന്നും ഇതിനില്ല. അതിനെ നമ്മുടെ ഓരോരുത്തരുടെയും ബലക്കുറവായി ആരും വ്യാഖ്യാനിക്കരുത് എന്നും കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സാധാരണ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഏറെ കഷ്ടപ്പെടാറുണ്ട്. 10-15 ആളുകൾ വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, ബാരിക്കേഡുകൾ മറിച്ചിടുന്നു, ഉടനെ പ്രയോഗിക്കുന്നത് ജലപീരങ്കിയാണ്. ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സമാധാനപൂർവ്വം, എന്നാൽ ഉള്ളിൽ നിറയെ അമർഷവും വേദനയും സങ്കടവും നമുക്കെല്ലാവർക്കുമുണ്ട്. രാജ്യത്തെ ഭരിക്കുന്ന അധികാരികളുടെ മുന്നിൽ നമ്മൾ അത് പ്രകടമാക്കുവാൻ വേണ്ടി മാത്രം ഇവിടെ വന്നതാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിലെ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർമാർ അന്യായമായി തടവിൽ ഇട്ടതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ മാധ്യമങ്ങളിൽ, രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ഒക്കെ കാണുന്നൊരു കാഴ്ച, ഇന്നും കാണുന്ന കാഴ്ച, പ്രത്യേകിച്ച് മനുഷ്യക്കടത്തിന് പുതിയ നിർവചനങ്ങൾ നൽകുന്ന തീവ്ര മതവാദി ഗ്രൂപ്പുകൾ ആവിർഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്.
എൻ്റെ സങ്കടം നമ്മുടെ ബഹുമാനപ്പെട്ട 2 സിസ്റ്റർമാർ തടവറയിൽ കിടക്കുന്നതല്ല. അവർ തടവറയിൽ കിടക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇന്ത്യ എന്ന ജനാധിപത്യ മതേതര രാജ്യത്തിൻ്റെ മൂല്യങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങളും തടവറയിലാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ക്രൈസ്തവരായ നമുക്ക് സഹനങ്ങളും ക്ലേശങ്ങളും കുരിശുകളും പുത്തരിയല്ല. നമ്മൾ അതിനെയും നേരിടും. നമ്മുടെ വിഷയം അതല്ല. നമ്മളെല്ലാവരും ജനിച്ചു വളർന്ന സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാമായ ഭാരതത്തിന്റെ ഏറ്റവും മഹത്വമാർന്നു നിൽക്കുന്ന ഭരണഘടനയുടെ മൂല്യങ്ങൾ ഇങ്ങനെ വലിച്ചെറിയപ്പെടുന്നു. അത് സംരക്ഷിക്കേണ്ടവർ നോക്കുകുത്തുകളായി നിൽക്കുന്നു എന്നത് കാണുമ്പോഴുള്ള വേദനയും ദുഃഖവുമാണ്. നമ്മൾ ശ്രദ്ധിച്ചു കാണും. ഇന്നലത്തെയും വാർത്തകളിൽ കാണുന്നത് സംഘടിതമായ ന്യൂനപക്ഷങ്ങൾക്ക് നേർക്കെയുള്ള ആക്രമണമാണ്. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തീവ്ര മതവാദി സംഘടനകളുടെ പ്രവർത്തകർ ആൾക്കൂട്ട വിചാരണ നടത്തുന്നത്. ഇത് വളരെ പ്ലാൻഡ് ആണ്. സാധാരണഗതിയിൽ 2 സിസ്റ്റർമാരെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവര് ജാമ്യം കിട്ടി പോകുന്നതാണ്. ഇത് 6 ദിവസമായിട്ടും ബോധപൂർവമായ മനുഷ്യക്കടത്ത് പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉൾപ്പെടുത്തി ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചില്ല പോലും. കാര്യം ഗൗരവമുള്ള ആരോപണങ്ങളാണ്. സെഷൻസ് കോടതി പരിഗണിക്കും എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയുമല്ല, NIAയുടെ മുന്നിലാണ് ഇത് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും ജാഗ്രതയോടുകൂടി ഉണർന്നു നിൽക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ന്യൂനപക്ഷങ്ങളുടെ നേർക്ക് ആക്രമണം സംഘടിതമായി ഉയർത്തിവിടുമ്പോൾ മതേതര മൂല്യങ്ങളിൽ, ഭരണഘടനാ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന നമ്മൾ, ക്രൈസ്തവരായ നമ്മൾ പ്രത്യേകിച്ചും ജാഗ്രതയോടുകൂടി ഈ സാഹചര്യങ്ങളെ നേരിടേണ്ടവരാണ്. ക്രൈസ്തവരായ നമുക്കറിയാം ഏത് സമയത്താണ് പ്രതികരിക്കേണ്ടതെന്ന്, എങ്ങനെ പ്രതികരിക്കേണ്ടതെന്ന്. ചിലരുടെ പ്രസ്താവനകൾ കേട്ടു, എന്താണ് നിങ്ങൾ പ്രതികരിക്കാത്തത്? ഇവരൊന്നും നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. കക്ഷി രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടിലൂടെയല്ല ക്രൈസ്തവൻ അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നോക്കിക്കാണുന്നത്. അവന് ക്രിസ്തീയമായ കാഴ്ചപ്പാടുണ്ട്, വേദപുസ്തകം നൽകുന്ന കാഴ്ചപ്പാടുണ്ട്, നീതിയുടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ കാഴ്ചപ്പാടുണ്ട്. അതിന്റെ മറ്റൊരു രൂപം തന്നെയാണ് നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടനയിലുള്ളത്. ജനാധിപത്യ മൂല്യങ്ങൾ ക്രൈസ്തവ ദർശനങ്ങളോട് ചേർന്ന് പോകുന്നതാണ്. അത് ധ്വംസിക്കപ്പെടുമ്പോൾ നമ്മളെല്ലാവരും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നുള്ളത് നമുക്കറിയാം. ജാഗ്രതയോടുകൂടിയാണ് നമ്മൾ ഈ തരം സംഭവങ്ങളെ കാണേണ്ടത്. കേരളത്തിലെയും ഭാരതത്തിലെയും കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണുകൊണ്ട് കാണുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അതിനേക്കാളും ഉയർന്നു നിന്നുകൊണ്ട് ഇത്തരം സംഭവങ്ങളെ വിലയിരുത്തുവാനും നിലപാടുകൾ കൈക്കൊള്ളുവാനുള്ള ആർജവം ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. ആ യാത്രയിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ അതിനെല്ലാം നേരിടും. ഈ രാജ്ഭവന്റെ മുന്നിലുള്ള ഈ പ്രതിഷേധ റാലിയിൽ ആത്മസംയമനത്തോടുകൂടി പങ്കെടുക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എന്റെ മനസ്സ് നേരെ ദുർഗിലെ ആ 2 സഹോദരിമാരുടെ തടവറയിൽ എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ സവിശേഷത. കാരണം അവർ നമ്മുടെ പ്രിയപ്പെട്ടവരാണ്. അവർ നമ്മുടെ എല്ലാവരുടെയും വികാരമാണ്. ക്രൈസ്തവ സഭയുടെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും ആൾ രൂപമാണ്. ആ സഹോദരിമാരുള്ള ആദരവും ബഹുമാനവും പ്രകടമാക്കിക്കൊണ്ട്, അവരോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സന്ദേശം നൽകുന്നതിനായി മാർ തോമസ് സഭ കൊല്ലം തിരുവനന്തപുരം ഭദ്രാസനം മെത്രാപ്പൊലീത്ത ഐസക് മാർ ഫിലിക്സീനോസ് പിതാവിനെ ക്ഷണിക്കുന്നു. അഭിവന്യ ബസേലിയോസ് ക്ലിമീസ് ബാവ തിരുവേനി, അഭിവന്യ തോമസ് നെറ്റോ തിരുവേനി, മറ്റ് പിതാക്കന്മാരെ, സ്നേഹമുള്ള വൈദികരെ, വാത്സല്യമുള്ള സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, മാധ്യമ പ്രവർത്തകരെ, ഈ ഒരു കൂട്ടായ്മ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഭാവം വെളിപ്പെടുത്തുന്ന ഒരു കൂട്ടായ്മയാണ്. തിരുവനന്തപുരത്തും ചുറ്റുമുള്ളതായ ക്രൈസ്തവ വിശ്വാസികളെ ഒരുമിച്ച് ചേർന്ന് വന്ന്
ഈ ഒരു രീതിയിൽ ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥന കഴിക്കുന്നതായ ഒരു വലിയ സന്ദർഭം, വേദനയോടുകൂടെ ദൈവമുഖത്തേക്ക് നോക്കുന്നതായ ഒരു സന്ദർഭമായിട്ടാണ് ഇത് കാണുന്നത്. ഇത് ഓർപ്പിച്ചതുപോലെ 2 കന്യാസ്ത്രീകൾ പുറങ്കലിൽ അടയ്ക്കപ്പെട്ടതായ സാഹചര്യം, 6 ദിവസമായിട്ട് വിടുതൽ പ്രാപിക്കാതെ അവിടെ കഴിയുന്നതായ സാഹചര്യം, ഇത് ഏവരുടെയും മനസ്സിൽ വേദന ഉളവാക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ഇന്ന് ഒരുമിച്ച് നാം ചേർന്ന് വരുമ്പോൾ ഈ സഹോദരിമാരോട് നമുക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, നിങ്ങൾ ഏകരായി കഴിയുന്നവരല്ല. ഈ വേദനയിൽ, പ്രയാസത്തിൽ, തടവറയിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നതായ വലിയൊരു ജനസമൂഹമുണ്ട് എന്നുള്ളതായ സന്ദേശമാണ് നാം ഇവിടെ ഉയർത്തുന്നത്. ഇത് ക്രൈസ്തവ സമൂഹം മാത്രമല്ല, നീതിയും സമാധാനവും ധർമ്മവും ആഗ്രഹിക്കുന്നതായ നാനാജാതി മതസ്ഥരെല്ലാവരും ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ളതായ ആ ഒരു വലിയ സന്ദേശമാകുന്നു നാം നൽകുന്നത്. വിചാരണയിൽ ആയിരിക്കുന്നതായ വ്യക്തികൾ, ജനക്കൂട്ടത്തിന്റെ വിചാരണയിൽ ഒരുപക്ഷെ തങ്ങൾ ചെയ്യാത്തതായ കാര്യങ്ങൾ ആരോപിച്ച് അവിടെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതായ സാഹചര്യം ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതിദാരുണമായിട്ടുള്ളതായ ഒരു പ്രവർത്തനമായിട്ട് നാം കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇത് നാം ഇപ്പോൾ ഈ നടക്കുന്ന ആ ഒരു രീതി മനസ്സിലാക്കുമ്പോൾ ക്രിസ്തുദേവൻ അനുഭവിച്ചതായ ആ ഒരു വിചാരണയുടെ രീതിയിലാണ് ഇപ്പോഴും ഇന്ന് ഈ ലോകത്തിൽ ക്രിസ്തു ശിഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മെ ഓർപ്പിക്കുന്നതായ ഒരു വസ്തുതയാണ്. കയ്യാഫാവിന്റെ അടുക്കൽ ജനക്കൂട്ടം ക്രിസ്തുവിനെ കൊണ്ടുചെല്ലുമ്പോൾ പറയുന്നു, എനിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഹെരോദാവിന്റെ അടുക്കൽ കൊണ്ടു ചെല്ലുമ്പോൾ പറയുന്നു, എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടു ചെല്ലുമ്പോൾ പറയുന്നു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. കൈ കഴുകുന്നതായ പീലാത്തോസ് ആൾക്കൂട്ടത്തിന്റെ ശബ്ദം കേട്ടിട്ട് ദാരുണമായിട്ട് അന്ത്യം ഏറ്റെടുത്തതായ ക്രിസ്തുനാഥന്റെ ആ ഒരു പാത പിൻപറ്റുന്നതായ വിശ്വാസ സമൂഹം, സേവകർ എന്ന രീതിയിൽ അന്ത്യം വരെയും വിശ്വാസത്തിൽ ഉറച്ച് ഈ ദൈവിക പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുവാൻ ഈ രാഷ്ട്രത്തിൽ സർവജനതയ്ക്കും സന്തോഷവും സമാധാനവും നൽകുന്നതായ, പ്രത്യാശ പകരുന്നതായ സ്നേഹവായ്പ വെളിപ്പെടുത്തുവാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നതായ ഒരു വസ്തുതയാണിത്. അതുകൊണ്ട് പിന്തിരിഞ്ഞു പോകുകയല്ല, പിന്നെയോ സധൈര്യം മുന്നോട്ട് പോയി ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധത്തോടുകൂടെ വരുവാനിരിക്കുന്ന നാശം വിട്ടൊഴിഞ്ഞ് മാറുവീൻ എന്നുള്ളതായ സന്ദേശം നൽകിക്കൊണ്ട് ഈ ഭാരതത്തിൽ ക്രൈസ്തവ ദൗത്യം നിർവഹിക്കുവാനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോഴുള്ളത്. അസഹിഷ്ണുത വർദ്ധിക്കുന്നതായ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഭാരതത്തിൽ അസത്യങ്ങൾ പെരുകുന്നതായ സാഹചര്യമാണ്. അവിടെ സത്യം എന്താണ്, നീതി എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കാതെ നീതി മരിച്ചുപോയോ എന്നുള്ളതായ ഒരു സന്ദേഹം വളരുന്നതായ ഒരു സാഹചര്യമായിട്ട് ഇന്ന് കാണുന്നുണ്ട്. അവിടെ നീതിബോധമുള്ളതായ വ്യക്തികൾ, സമൂഹം രൂപപ്പെടണം. നീതി നിഷേധം ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കുവാനുള്ളതായ വലിയ ഒരു ശ്രമം ആവശ്യമാണ്. ഇന്ന് നമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു കൂട്ടായ്മ നാം ചേർന്ന് വന്ന് ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കി ശാശ്വതമായ പരിഹാരം
ലഭ്യമാക്കുവാനായിട്ട് നാം കണ്ണുയർത്തുമ്പോൾ ദൈവമേ, നിന്റെ ധാരാളമായ കൃപ വിശ്വാസ സമൂഹത്തിന്മേൽ, സഭയിൽ, സമൂഹത്തിൽ, സർവ്വജനതയുടെയും മധ്യത്തിൽ ഉണ്ടായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് ഈ ഒരു യാത്ര നാം ആരംഭിച്ചത്. ഇന്ന് ഇവിടെ വന്ന് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാം ഒരുമിച്ച് ചേർന്ന് വന്ന് ഈ ഒരു കൂട്ടായ്മ ആചരിക്കുമ്പോൾ രക്തസാക്ഷികളായിട്ട് ദേശത്തിനു വേണ്ടി ജീവനെ അർപ്പിച്ചതായ ആളുകൾ, ക്രൈസ്തവ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായി തീർന്നതായ വിശ്വാസ വീരന്മാർ അവരുടെ എല്ലാം ജീവിതങ്ങളെ ഓർക്കുകയും അവരിലൂടെ സമൂഹത്തിന്, മനുഷ്യർക്ക് നൽകിയതായ, ലഭ്യമായതായ ആ ഒരു പുതിയ ജീവനും ചൈതന്യവും അതെത്ര ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധ്യമായി തീരുന്നുണ്ട്. ഇന്ന് നാം ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ ഇത് ഒരു ആരംഭം എന്ന രീതിയിൽ നമ്മൾ കാണുക, ഇനിയും വളരെ ദൂരം യാത്ര ചെയ്യുവാനായിട്ടുണ്ട് എന്നുള്ളതായ ചിന്ത ഭരിക്കുക. അവിടെ ക്രൈസ്തവ വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ ഈ രാഷ്ട്രത്തിൽ അർത്ഥവത്തായിട്ട് പ്രവർത്തിപ്പാനായിട്ട് ഇടയായിത്തീരുക. ആരുടെയെങ്കിലും ചില കാര്യങ്ങൾ, സൗകര്യങ്ങൾ നോക്കി വാലാട്ടി പോകുന്നതായ പ്രവർത്തന രീതിയല്ല, മറിച്ച് നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സംസ്കാരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തിൽ നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദിവ്യമായിട്ടുള്ള പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കി ആ ദൈവിക പദ്ധതി നിറവേറ്റുവാനായിട്ട് കൂടുതലായിട്ട് ദൈവം നമ്മെ സഹായിക്കണമേ. അതിന് ദൈവത്തിന് ധാരാളമായ കൃപ നമ്മുടെ എല്ലാവരുടെയും ചൊരിയണമേ. പ്രത്യേകിച്ച് വളരെ ശാന്തമായിട്ട് അർപ്പണബോധത്തോടുകൂടെ ഈ ഒരു പ്രശ്നത്തിൽ ഇന്ന് ഇവിടെ വന്ന് നമ്മുടേതായിട്ടുള്ളതായ ആ ഒരു ഐക്യദാർഢ്യം വെളിപ്പെടുത്തുവാൻ ഇടയായ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. തുറന്നും ദൈവത്തിൻ്റെ ധാരാളമായ കൃപ അനുഭവിച്ചുകൊണ്ട് ഈ ഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ ഈ അഖണ്ഡ ഭാരതത്തെ നിലനിർത്തുവാൻ ആവശ്യമായിട്ടുള്ളതായ ചൈതന്യം പകരുവാൻ ദൈവം സഹായിക്കണമേ. അതിന് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായി സന്ദേശം നൽകുന്നതിനായി സീറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോൺ തെക്കേക്കരച്ചിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ ബസേലിയോസ് കാതോലിക്കോസ് ക്ലീമിസ് പിതാവേ, അഭിമന്യ നെറ്റോ പിതാവേ, മറ്റ് പിതാക്കന്മാരെ, വൈദികരെ, പ്രിയ സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ, ഭാരതത്തിൻ്റെ അവികസിതമായ പ്രദേശങ്ങളിൽ വികസനം എന്തെന്നെത്തി നോക്കാത്ത മേഖലകളിൽ, സർക്കാരും മറ്റ് ഏജൻസികളും ചെന്നിട്ടില്ലാത്തിടങ്ങളിൽ വികസനവും വിദ്യാഭ്യാസവും ആരോഗ്യ ശുശ്രൂഷയുമായിട്ട് പ്രവർത്തിക്കുന്നത് ക്രൈസ്തവ മിഷണറിമാരുടെ കരങ്ങൾ മാത്രമാണ്. ഈ സംഭവ വികാസങ്ങളൊക്കെ നടന്നിരിക്കുന്ന ഛത്തീസ്ഗഡിൽ പലവരും യാത്ര ചെയ്യുവാനും സന്ദർശിക്കുവാനും അവസരം ലഭിച്ച ഒരാളാണ് ഞാൻ. ആദിവാസി മേഖലയാണ് ഈ സംഭവങ്ങളുടെ മേഖല. അവിടെയൊക്കെ തന്നെ ആദിവാസികളുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്നത് ക്രൈസ്തവ മിഷണറിമാരാണ്. അവർക്ക് വിദ്യാഭ്യാസം നൽകുക, ആതുര ശുശ്രൂഷ നൽകുക, സാമ്പത്തിക മാർഗങ്ങൾ കണ്ടെത്തി ജീവിക്കാനുള്ള മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുക, ഇവയൊക്കെ ചെയ്യുന്ന മിഷണറിമാര് പലപ്പോഴും അവിടുത്തെ ഭരണകർത്താക്കളുടെയും മറ്റ് അനവധി സംരംഭങ്ങളുടെയും കണ്ണിലെ കരടായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളെ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദിവാസികളുടെ സംഖ്യ കുറയ്ക്കാനുള്ള മനഃപൂർവമായ നടപടികൾ കാണാം. ഇതുവരെ ഫെർട്ടിലൈസേഷൻ, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കാൻ അനുവാദമുണ്ടാകുന്ന ആദിവാസികൾക്ക് ഇപ്പോൾ അത് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. പണം വാങ്ങി വസ്തു കൈമാറ്റം ചെയ്യാൻ അവകാശമില്ലാതിരുന്ന ആദിവാസികൾക്ക് അത് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ ആദിവാസികളുടെ എണ്ണം കുറയ്ക്കണം എന്ന് ചിലർക്ക് താല്പര്യമുണ്ട്. കാരണം ധാരാളമായിട്ടുള്ള കൽക്കരിയും ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുള്ള ഛത്തീസ്ഗഡ് മുഴുവൻ ഏതാനും കോർപ്പറേറ്റുകൾക്ക് വിറ്റ് അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് കരുതുന്ന
പല നേതാക്കന്മാരും ഈ രാജ്യത്തുണ്ട്. അങ്ങനെയുള്ള ഗൂഢതന്ത്രങ്ങൾ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആദിവാസികൾ വിദ്യാസമ്പന്നരായാൽ, അവർക്ക് ബോധം തെളിഞ്ഞാൽ ഇങ്ങനെയുള്ള ബിസിനസ് പരിപാടികൾക്ക് ഇടമുണ്ടാവുകയില്ല. ക്രിസ്തീയ മിഷണറിമാരാണ് ഇതിനൊക്കെ കാരണമായി നിൽക്കുക. അതുകൊണ്ട് അവർക്കെതിരെ സംഘടിതമായ അറ്റാക്കുകൾ ഉണ്ടായേ മതിയാവൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ സംഭവം നടക്കുന്ന നാരായൺപൂരിലുള്ള ഒരു ആശുപത്രിയിൽ ഒരു സിസ്റ്റർ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സിസ്റ്റർ ഡോക്ടർ തന്നെയാണ് സർക്കാർ ആശുപത്രികളിലും ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് ഓടി ചെല്ലുന്നത്. ആ ഒരു സിസ്റ്റർ ഡോക്ടർ അവിടെ ഇല്ലെങ്കിൽ ആ ഒരു താലൂക്കിൽ നിരവധി പ്രസവങ്ങൾ മരണത്തിൽ അവസാനിക്കും. അപ്പനെയും അമ്മയും കാണാൻ പോലും വർഷങ്ങളായിട്ട് വീട്ടിൽ പോകാതെ മിഷൻ പ്രവർത്തനം ചെയ്യുന്നവരുടെ സമർപ്പണമാണ് അവിടെ ജീവനെ പിടിച്ചു നിർത്തുന്നത്. കുൻകുരിയില് ഈ അടുത്തിടെ ഉണ്ടായ ഒരു സംഭവം നമുക്കറിയാം. ഛത്തീസ്ഗഡിൽ കുൻകുരിയില് ക്ലാസ്സിൽ പോകാതെ അറ്റൻഡൻസ് ഇല്ലായിരുന്ന നഴ്സിംഗ് വിദ്യാർത്ഥിനിക്ക് പരീക്ഷ എഴുതാൻ അനുവാദം കൊടുക്കാതിരുന്നപ്പോൾ അവരോടും ചില കുബുദ്ധികൾ പറഞ്ഞു, നിന്നെ മതപരിവർത്തനത്തിന് വിധേയയാക്കി എന്ന് പറയുവാൻ. അങ്ങനെ നിർബന്ധിച്ചു കൊടുത്ത വാക്കുകൾ കേട്ടപാടെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ എത്തി. പക്ഷേ അവിടുത്തെ പ്രബുദ്ധരായ ആദിവാസി കത്തോലിക്കരിൽ നിന്ന് നിരന്നിട്ട് പറഞ്ഞു, ധൈര്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും മിഷണറിമാരെ ആക്രമിച്ച് ഇവിടെ സമാധാനപരമായ ജീവിതവും മാനസിക വികസനവും തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതോ പണ്ഡിതനായ വ്യക്തി എന്ന് പറയുന്നത് കേട്ടു, എന്തുകൊണ്ടാണ് ഹൈന്ദവ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത് മാത്രം മിഷൻ പ്രവർത്തനമെന്ന്? മിഷൻ പ്രവർത്തനങ്ങൾക്ക് ജാതി നോട്ടമില്ല. 1930കളിലെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യ ചരിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പാകിസ്ഥാനിൽ കഴിയുന്ന റാവൽപിണ്ടിയിൽ മദർ അന്ന ഡങ്കലാണ് ഏറ്റവും കൂടുതൽ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തത്. കാരണം അവിടെ മുസ്ലിം സ്ത്രീകൾക്ക് പുരുഷന്മാരായ ഡോക്ടർമാരെ കാണാൻ അനുവാദമില്ലായിരുന്നു. അവിടെ നിന്ന് നേരെ പോയത് ഇന്നത്തെ ബംഗ്ലാദേശിലെ ധാക്കയിലേക്കാണ്. അവിടെയും മിഷൻ പ്രവർത്തനം ഇതുപോലെ തന്നെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് പലരും ഈ ഭൂമുഖത്ത് ജനിക്കാൻ തന്നെ ഇടയായത്. ജാതി മതം നോക്കാതെ മനുഷ്യത്വം മാത്രം പേരിക്കൊണ്ട് എല്ലാവർക്കും സേവനം ചെയ്യുന്ന മിഷൻ ആശുപത്രികൾ ഒരു ദിവസം അടച്ചിട്ടാൽ ഏതാണ്ട് 30 ലക്ഷം പേർക്കാണ് ഇന്ത്യയിൽ ചികിത്സ നിഷേധിക്കപ്പെടുന്നത്. ഒരു ദിവസം മിഷൻ ആശുപത്രികളുടെ, ക്രിസ്ത്യൻ മിഷൻ ആശുപത്രികളുടെ OPD വഴി ചികിത്സ നേടുന്നവരുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞത്, 30 ലക്ഷം പേര്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിരവധി അധിക കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭവനത്തിലൂടെ നമ്മുടെ സേവനം നേടുന്നവർ എത്രയോ ലക്ഷങ്ങളാണ്. ഈ ചെറിയവർക്ക് ചെയ്യുന്നതെല്ലാം ദൈവത്തിനാണ് ചെയ്യുന്ന ബോധ്യത്തോടുകൂടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു മതപരിവർത്തനവുമില്ല, മനപരിവർത്തനം മാത്രമാണ് ഇതിന്റെ പിന്നിൽ നടക്കുക. വിദ്യാഭ്യാസം, ശുചിത്വം, ആദര ശുശ്രൂഷ, കൃഷി, ജീവിതമാർഗം തെളിയിച്ചു കൊടുക്കുക എന്നിങ്ങനെ വിവിധങ്ങളായ മാർഗത്തിലൂടെ മാനവ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ മിഷണറിമാരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭാരതത്തിന്റെ വികസനം തന്നെ അവിടെ കൊണ്ട് അവസാനിക്കും എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അനേകം ക്രിസ്ത്യാനികൾ, 90-95% ക്രിസ്ത്യാനികളുള്ള നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ബാംഗ്ലൂരും ബോംബെയിലും ഡൽഹിയിലും ഈ തിരുവനന്തപുരത്തും നമ്മുടെയൊക്കെ വീടുകളിലും കടകളിലും ജാതി മതം നോക്കാതെ സേവനം ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെയൊക്കെ മുതലാളിമാരെല്ലാം മതപരിവർത്തനമാണോ നടത്തുന്നത്? ക്രിസ്ത്യാനികളെല്ലാം മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണോ? അല്ലല്ലോ. ആരെങ്കിലും എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നത് അവന് ജീവിതമാർഗം കണ്ടെത്താനാണ്. സർക്കാരിനെ കൊണ്ട് അവന് ജീവിതമാർഗത്തിൽ വഴി തെളിച്ചു കൊടുക്കാനാവുന്നില്ലെങ്കിൽ അവരെവിടെയെങ്കിലുമൊക്കെ തേടിപ്പോവും. അവരെ സഹായിക്കുന്നവരെ അതുകൊണ്ട് രാജ്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെന്ന് കരുതാനാണോ ശ്രമിക്കുന്നത്? അത് തീർത്തും അന്യായമായ വാദങ്ങളല്ലേ? അന്യായങ്ങൾക്ക് മുമ്പിൽ ഒരിക്കലും ഒരു ക്രിസ്ത്യാനി മുട്ടുമടക്കില്ല. പത്രോസിനെയും പൗലോസിനെയും അടച്ച ജയിൽ പോലെ തന്നെയാണ് ഈ സിസ്റ്റേഴ്സ് കിടക്കുന്ന ജയിലിനെയും ഞങ്ങൾ കാണുന്നത്. ഇതൊരു മതേതര രാജ്യമാണ്, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് ഇത്തരം അന്യായ നടപടികൾക്ക് ജനങ്ങൾ തന്നെ മറുപടി നൽകുമെന്നതിൽ സംശയമില്ല. അതിനുള്ള ആഹ്വാനമാണ് ഇവിടെ ഉയർന്നിരിക്കുന്നത്. ജനമനസ്സുകളിൽ ചിന്തിക്കുന്നവരായ, വിവേകമുള്ള, ജാതിമതഭേദമന്യേ എല്ലാ ജനമനസ്സുകളിലും ഈ പ്രതിഷേധത്തിന്റെ അലയൊളി തീർച്ചയായിട്ടും ഒരു ചിന്തയായിട്ട്, ഒരു പ്രവർത്തനത്തിനുള്ള പന്ഥാവായിട്ട് മാറട്ടെ എന്നുള്ള ആശംസയോടെ എന്റെ വാക്കുകൾ നിർത്തുന്നു. സമ്മേളനത്തിൽ കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്നതിനായി തിരുവനന്തപുരം മേജർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ വർക്കി ആറ്റുപുറത്തച്ഛനെ ക്ഷണിക്കുന്നു. അഭിനന്ദനീയ പിതാക്കൻ
പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യവും മതേതരത്വവും അപകടത്തിലാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നാം ഈ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തീയ സഭയ്ക്ക് കേരളത്തിൽ പ്രശംസാപത്രവും കേരളത്തിന് പുറത്ത് കുറ്റപത്രവും സമർപ്പിക്കുമ്പോൾ ഈ വൈരുദ്ധ്യം എടുത്തു കാണിക്കുന്നതിന് വേണ്ടി തലസ്ഥാന നഗരിയിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കൂട്ടായ്മ ഈ വിധത്തിൽ സംഘടിപ്പിക്കുന്നതിന് മുൻകൈയെടുത്തത്, നേതൃത്വമെടുത്തത്, നിർദ്ദേശങ്ങൾ നൽകിയത്, ഇന്ന് ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത KCBC പ്രസിഡന്റും മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനുമായ അഭിമന്യ മോറോൻ മോർ ബെസിലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ തിരുമേനിയാണ്. ഈ കൂട്ടായ്മയുടെ പ്രസക്തി നാം ഇന്ന് ലക്ഷ്യം വെക്കുന്ന ആ വസ്തുതയുടെ ഗൗരവം നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച അഭിമന്യ ബെസിലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ തിരുമേനിക്ക് ഈ കൂട്ടായ്മയുടെ പേരിൽ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. അഭിമന്യ നെറ്റോ പിതാവ് വലിയ പ്രോത്സാഹനവും നേതൃത്വവും ഈ കൂട്ടായ്മയ്ക്ക് നൽകി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മെത്രാപ്പോലീത്ത അഭിമന്യ തോമസ് ജെ നെറ്റോ പിതാവിന് തിരുവനന്തപുരം ക്രൈസ്തവ കൂട്ടായ്മയുടെ പേരിലുള്ള ആദരപൂർവമായ നന്ദി അറിയിക്കുന്നു. വളരെ താല്പര്യത്തോടുകൂടി മുന്നോട്ട് വരികയും മാർത്തോമാ സഭ സമൂഹത്തെ മുഴുവനും പ്രചോദിപ്പിച്ച് ഇവിടെ കൊണ്ടുവരികയും ചെയ്ത മാർത്തോമാ സഭ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ ഐസക് മാർ ഫിലിക്സിനസ് മെത്രാപ്പൊലിത്തായ്ക്കും നമ്മുടെ ഈ റാലി ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം അതിരൂപത സഹായ മെത്രാൻ ക്രിസ്തുദാസ് തിരുമേനിക്കും നെയ്യാറ്റിങ്കര രൂപതാധ്യക്ഷൻ അഭിമന്യ സെൽവരാജ് തിരുമേനിക്കും മലങ്കര കത്തോലിക്ക സഭ കൂരിയ മെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനസ് മെത്രാപ്പൊലിത്തായ്ക്കും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ആലോചനകൾക്ക് നേതൃത്വം നൽകുകയും കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുകയും ചെയ്ത തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വികാരി ജനറൽ ബഹുമാനപ്പെട്ട യൂജിൻ പെരേര അച്ഛനോടും ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ ബഹുമാനപ്പെട്ട ജോൺ തെക്കേക്കര അച്ഛനോടും സംഘാടകരായി പ്രവർത്തിച്ച എല്ലാവരോടും വിവിധ സമിതികളിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം സംഘടിപ്പിച്ച സമിതിയായി അംഗങ്ങളോടും